ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിഞ്ചു മിംഗിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പിന്നെ ടർക്കിയൊക്കെ ഞങ്ങളിപ്പോൾ വീട്ടിലാണുള്ളത്. ഞങ്ങൾ രണ്ടാളും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഒരാളും കൂടെ താഴെ ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് നമ്മളെ മെഹറൂഫ്. നമ്മളെ ഫാസിലൊറ്റപ്പാലം മെഹറൂഫ്, ആ കോമ്പോ ഇല്ലേ അതിലുള്ള മെഹറൂഫിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഓനെ ഞാൻ ജസ്റ്റ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ്. ഞങ്ങൾ പെരിന്തൽമണ്ണ പോകാനുള്ള പ്ലാനാണ്. ഞാൻ 1-2 പേർക്ക് അവിടെ വിളിച്ച് സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് അഥവാ സെറ്റാവുകയാണെങ്കിൽ വീഡിയോക്ക് ഇൻട്രോ ഇല്ലാതെ പോയിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻട്രോ എടുക്കുകയാണ്. അപ്പോൾ കാരണം നമ്മൾ നോർമലോ മെഹറൂഫ് പിന്നെ നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ, എന്ത് പറഞ്ഞാലും വിശ്വസിക്കും, ഒരു പൊട്ടനാണ്. നമ്മൾ എന്ത് ചെയ്യും, ഓനെങ്ങനെ ഒന്നും അറിയാത്ത പോലെ നമുക്ക് ഓൻ്റെ കുറച്ച് പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ബാക്കി നമുക്ക് ഗായ്സ് അങ്ങനെ ഇവിടെ വന്നപ്പോൾ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് ഇതിന്റെ പേയ്മെന്റ് മെത്തേഡ് വർക്കാണില്ല അല്ലേ? പേയ്മെന്റ് മെത്തേഡ് അല്ല, ഇതാണോ റിലക്സ് ഇലക്ട്രിക്കിന്റെ ആണ് ശരിക്കും ഇത്. പക്ഷെ ഇവരെന്ത് ചെയ്തു, ഇവർ ചാർജ് മോഡിന് കൊടുത്തു. അപ്പൊ ഇതിന്റെ യഥാർത്ഥ സംഭവം റിലക്സ് നിന്ന് വിട്ടിട്ട് ചാർജ് മോഡിൽ എത്തിക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, റിലക്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽക്കാണ് പൈസ ഇട്ടത്. പൈസ പോയി, 200 രൂപ പോയി. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് റിലക്സിന്റെ എപ്പോഴേലും ചാർജ് ചെയ്യണമെങ്കിൽ അതിൽ നമുക്ക് ചാർജ് ചെയ്യാമെന്ന് മാത്രം. അപ്പൊ ഇപ്പൊ ഏതിലാ കിടക്കണത്? ഈ ഇപ്പൊ ചാർജ് മോഡിൽ വീണ്ടും 199 ഇട്ടിട്ട്. ഇത് റിലക്സ് അല്ല ഇപ്പൊ അല്ല എത്ര. ഇതിപ്പോ എന്താ പേര് അപ്പൊ ഇതിന്റെ? ചാർജ് മോഡ് ചാർജിലൊക്കെ ചാർജ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോ EV ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ. ശ്രദ്ധിക്കുക, എന്നിട്ട് EV എടുക്കുക. EV വളരെ ലാഭമുള്ള പരിപാടിയാണ്. പക്ഷെ നമ്മള് പൈസക്ക് പകരം ഇൻവെസ്റ്റ് ചെയ്യണത് നമ്മളെ സമയമാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഗായ്സ് ഇത് എത്ര മണിക്കൂർ കൊണ്ട് ചാർജ് ആവും? പിന്നെ അതിന് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ എല്ലാരും പാടെ അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടിട്ട് ബനാവിൽ അവിൽ മിൽക്സിൽ കയറിയിട്ടുണ്ട്. കൊളാബ് ഉണ്ടോ? കൊളാബ് ഇല്ലല്ല മനസ്സിലായി, വെറുതെ പറയാണ്. ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ഇവിടുത്തെ നമ്മള് മസ്റ്റ് ട്രൈ ആണ് നോക്കാൻ. ഇങ്ങടെ കാസർഗോഡ് ചെട്ടുമുഴി. ഞാടെ വന്നീനി, കൊറേ വട്ടം വന്നീനി. കുമ്പള, തൈക്കാടപ്പുറം, തൃക്കരിപ്പൂര്, മുക്കൂട്, കാഞ്ഞങ്ങാട്, ഇവിടെല്ലാം വന്നീനി. നമ്മ എന്ത് ബോളം മാറാ. ഇതായിട്ട് കുപ്പായുണ്ട്. മജ്ജായിട്ട് മാത്രം ചെല്ലർക്കല മോനെ. ഓലൊക്കെ കാസർഗോഡ് ഭാഷ മറന്നിട്ടുണ്ട്. അവിടെ മതി, അത്ര മതി. നമ്മളെല്ലാരും കാത്തിരുന്ന് നമ്മള് എക്സ്പ്ലോർ വിത്തോ ആംബ്രോ നമ്മളിപ്പോ ഏതാനും നിമിഷത്തിനുള്ളിൽ ഇപ്പൊ ഇങ്ങോട്ട് എത്തിച്ചേരുന്നതാണ് ഗൈസ്. അതെ, എന്തായാലും എല്ലാരും അറിയും. ഹോണൊക്കെ അടിച്ചിട്ട് മകൻ സിദ്ദുട്ടി മഹറിന് സമമായി എന്താ പരിപാടി? ഇറങ്ങിയത് അത് പറഞ്ഞപ്പോഴാ ബർത്ത്ഡേ ആണെന്ന് വെറുതെ ഒന്ന് വിഷ് ചെയ്തടാ. അനക്കറിയില്ലല്ലോ, കാണൂല ജിന്നെ കാണല്. ഇപ്പം പറയും എടാ നായജ് ഇന്ന് മെസ്സേജ് അയച്ചതാ, ഒരു റിപ്ലൈ തരില്ല. ഇൻസ്റ്റയില് എന്റെ ചാറ്റ് എടുത്ത് നോക്കണം ഗൈസ്. ഞാന് ഒരു മെസ്സേജ് അയച്ചിട്ട് അതിന്റെ റിപ്ലൈ അടുത്ത 2 മാസത്തിന് ശേഷം. മെഹറൂഫാക്കിട്ട് മെസ്സേജ് നോക്ക്, എന്നാ വേഗം തരും. എടാ മോനെ, ഇത് നമ്മളെ കാസർഗോഡിലെ പിള്ളോ. എന്ത് പേരിന്റെ? അൻവർ. ഓ മനസ്സിലായി. സലാമെങ്കിലും അക്ര വന്ന പാടെ അടുത്ത് തിന്നോനെ. ഞാൻ എന്തിനാണ് മോനെ കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കുന്നത്? പാലക്കാട് ചെറുക്കാ പൊലം കെട്ടവനെ. ബ്രോ, ഈ അറേബ്യൻ മൊത്തോളം തിന്ന് അവൽ മിൽക്ക് മാത്രം നമുക്ക് ബാക്കി വെച്ചത്. നോക്ക് എന്താ നീ എന്ത് ചൊല്ലണ്? അറേബ്യൻ അവൽ മിൽക്ക് ഇത് അറേബ്യൻ ഫുള്ളോള് തിന്ന് അവൽ മിൽക്ക് മാത്രം ബാക്കിയുണ്ട്. ഓക്കെ കഴിക്ക്. ബ്രോ പാലക്കാട് ഭാഷയിൽ പറ. ഓ അവൽ മിൽക്ക് കാട്ട്. അതാണ് മെയിൻ.
കാരണം നമ്മള് പെരിന്തൽമണ്ണല്ലേ, നമ്മള് പെരിന്തൽമണ്ണയാണ്. അപ്പൊ മലപ്പുറം സ്ലാങ്ങനെ പറയണ്ട്. നമ്മളതിന് അല്ലെങ്കിലും ടോക്ക് ചെയ്യണത് മലപ്പുറം സ്ലാങ്ങിൽ തന്നെയാണ്. കൊടുക്ക് വേണ്ട, നമ്മളിപ്പോ ഇവിടുന്ന് കഴിക്കും. എന്തുണ്ട് വിശേഷം? സുഖാണ്. സലീമാക്ക നല്ല കാര്യം. എന്റെ വിഷു അയച്ചാലും ഞാൻ കാണൂല, ഒരുപാട് വിഷു നടക്കണ്ടേ. ഞങ്ങളിപ്പോ പെരിന്തൽമണ്ണ ഡോറടച്ചു പോവാ ഗൈസ്. അപ്പൊ ഞങ്ങള് പെരിന്തൽമണ്ണ അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ തന്നെയാണല്ലോ അല്ലേ? ഞങ്ങൾ പെരിന്തൽമണ്ണ ഇവിടെ നമ്മളെ ഏലക്കായ എന്ന് പറഞ്ഞ നമ്മളെല്ലാവരും എന്നും കൂടുന്ന ഒരു കഫേ ഉണ്ട്. ആ കഫേയിൽ കൂടിയതാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് വിശിഷ്ടങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മളെ അബ്ദു, നിങ്ങൾക്ക് എല്ലാവരും അറിയണ്ടാവും ഗൈസ്. ഇത് നമ്മുടെ പെരിന്തൽമണ്ണക്കാരന്റെ എല്ലാവരെയും എല്ലാം കണ്ണിലുണ്ട അഖിലുദ്ദീൻ എത്തിണ്ട്. ഈ കഫേ അല്ലേ ഏലക്കായ, ഞങ്ങൾ എപ്പോഴും ഇവിടെ കേട്ടോ കൂടെ രാത്രി. അതൊന്നും വേണ്ട, അങ്ങനെ പരസ്യമായിട്ട് അതൊന്നും വേണ്ട. എന്താ എന്റെ മുഖം മാറുന്നത്? പണ്ടത്തെ പോലല്ല, നിക്കാവ് കഴിഞ്ഞാണ്. എല്ലാരും മറക്കും. അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇനി ഒരു ചായ കുടിക്കട്ടെ. ഓക്കെ, അപ്പൊ ഞങ്ങള് മെഹറൂഫിനെയും ആംബ്രോനെയും അവിടെ നൈസായിട്ട് ഒരു സ്കീം ഇട്ടിട്ട് ചായ കുടിക്കുക പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നിക്കാണ്. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞൊന്നും മനസ്സിലായില്ല. മെഹറൂഫ് നേരത്തെ പറഞ്ഞില്ല, എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അതുകൊണ്ട് പിന്നെ നമുക്ക് സിമ്പിളാണ് പൊട്ടനാക്കേണ്ട ആവശ്യമില്ല, പൊട്ടത്ര കൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോകണം. കേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ സംഭവം ഉണ്ട്, അതായത് മെഹറൂഫിൻ്റെ പുതിയ ഇറങ്ങിയൊരു ആൽബം ഉണ്ട്, മഴത്തുള്ളി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പേരും പറഞ്ഞിട്ടാണ് പോനെ ഏറ്റവും കൂടുതൽ കളിയാക്കണേ ഞങ്ങൾ നാട്ടിലും എല്ലായിടത്തും. അപ്പോൾ നമ്മൾ കേക്ക് എഴുതിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ മഴത്തുള്ളി എന്നാണ്. പിന്നെ ഒരാളുടെയും കൂടി ബർത്ത്ഡേ ഉണ്ടെന്ന്, ആള് ഓൺ ദ വേ ആണ്, നൗഷാദ് ക. അപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ ഞാൻ കുറെ പറയണ്ടല്ലേ. അപ്പോ നൗഷാദ് ക നമ്മളെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് തന്നില്ലേ, മൂപ്പര ഇതില് വ്ളോഗ് ഇട്ടിരുന്നു ഞാൻ, ഇത് നമ്മളെ നിക്കാഹിന്റെ തലേദിവസം. അപ്പോൾ നൗഷാദ് ഖാന്റെ ബർത്ത്ഡേ ആണ്, അത് നമ്മൾ ഇതിൽ പരിഗണിക്കുന്നുണ്ട്. രണ്ടുപേർക്കും കൂടെ ഉള്ള ഒരു കേക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഞാനും ഫിദും നൈസായിട്ട് ഒരു സ്കീം എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ മഴത്തുള്ളിന്ന് കാണുമ്പോൾ മെഹറൂഫിൻ്റെ റിയാക്ഷൻ നമുക്ക് നോക്കണം. അത് പറഞ്ഞിട്ട് ഓനെ കളിയാക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ അമ്മീട്ടമ്മിൽ അബ്ദു ആണ് കേക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ബ്രോ, ഒരു കേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? വാഞ്ചോ മഴത്തുള്ളി പറഞ്ഞിട്ട് എഴുതാൻ പറഞ്ഞ, മഴത്തുള്ളിന്ന് എഴുതാൻ പറഞ്ഞു. ഒന്ന് കാണിച്ചു. ഓൾറെഡി ഇവിടെ മഴത്തുള്ളി മെഹറൂഫ് എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മളെ നൗഷാദ് ഖാൻ വേണ്ടി കൊള്ളിക്കാൻ പോണ്. അതല്ല ഇവന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ആശാൻ അഡ്ജസ്റ്റ്മെന്റിലാണ് എഴുതുള്ളൂ എന്ന് ഓൾറെഡി പറഞ്ഞു. പ്രൊഫഷണൽ അല്ല. അപ്പൊ നമ്മള് അഡ്ജസ്റ്റ്മെന്റ് എഴുത്ത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ പോണോ? ഇല്ല, അധികമൊന്നുമല്ല, ജസ്റ്റ് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഉള്ളൂ. എടാ അഥവാ എന്റെ എഴുത്ത് ക്ലിക്ക് ആയി കഴിഞ്ഞാലോ പിന്നെ ആരാണ് ഇവന് ഒരു ദിവസം മൂത്താപ്പ ചൂടായി പറയും, ഒരു ദിവസം എളാപ്പ ചൂടായി പറയും. മൂത്താപ്പല്ലേ, എളാപ്പയാണോ? ഓക്കെ. ഇപ്പൊ ഇന്നത്തെ കാരണം എന്താണ്? നേരത്തെ വീട്ടുകാരന്റെ വാപ്പ ചീത്ത പറയും. ഒന്നിനാത്തവൻ പോന്ന പോത്ത് എന്താണ് ഞാൻ കുട്ടിയാണോ അല്ലേ? അതെ. അനക്കാരാണ് സീന്? അയ്യോ മറന്നു പോയിന്നൊക്കെ. ഹെഡേക്കാ. തലവേദനയാണ് ഗൈസ്. മച്ചാനെ എവിടെ കൊളാബ് ഉണ്ടോ മറ്റേ ഓസിക്ക്? ഗൈസ്, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന എഴുത്ത്. എന്റെ മോനെ ഔഷൊക്കെ പൊളിച്ചു. എന്താണ് പേര്? സൽമാൻ.
നൗഷിക്കാനെ കൊള്ളിച്ചോ കേക്കുമ്പേ ഇതൊക്കെ പാടെടുത്ത് നമ്മള് പിന്നിക്ക് മറിയിട്ട് ഇതാണ് കേക്ക് സെറ്റ്. പിന്നെ ഒരു 2 തൊപ്പിയാട്ട്, 2 ഒരേ കളർ മതി, അല്ലെ ഓല അടിയാവും. 2 തൊപ്പി, ഒരു സ്നോ സ്പ്രേ വേണ്ട, മറ്റേത് പോരെ. പക്ഷെ മറ്റേത് ഷമീം കാർഡ് അവിടെ നിന്ന് പൊട്ടിച്ച സീനാവും, ബുദ്ധിമുട്ടാവും. അത് 2 വേണ്ടല്ലോ എന്നാ. ഓക്കെ, നന്മയുള്ള അപ്പൊ ഗൈസ് നമ്മള് 7th ലോഞ്ചിലാണ്, ഷമീം ഖാന്റെ 7th ലോഞ്ചിലാണ് ഞങ്ങൾ കേക്ക് കട്ടിയുള്ള പ്ലാന്. അപ്പൊ കേക്ക് ഇപ്പൊ തൽക്കാലം ഞങ്ങൾ ഇവിടെ കൊടുത്ത് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് വന്ന് ഫുഡ് കഴിച്ചിട്ട് ലാസ്റ്റ് സർപ്രൈസ് ആയിട്ട് കേക്ക് കട്ടിയാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഹലോ കൊളാക്കരുതേ. ഹലോ ഗൈസ്, അപ്പൊ ഈ ബെൽറ്റിൽക്ക് ഒരാളും കൂടെ ആടായിട്ടുണ്ട്. നമ്മള് റിഷാന് വന്നിക്കണു. ഓക്കെ, ഏതാ പടത്തിന് പോയി? ഞാനോ റായിൻ ഇവനിക്ക് റിഷാന്റെ പേരറിയില്ല കേട്ടോ. ഇവ പറഞ്ഞേ റിഷാന്. ഇനി നമ്മള് ഡയറക്റ്റ് പോണത് പിന്നെ അല്ല, മെഹറൂഫിന്റെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓന്റെ വക ഫുഡ് ഉണ്ട്. ഇതെന്താ കുതിരക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എങ്ങോട്ട് സർപ്രൈസ് സോറി, അത് ഓൾറെഡി അറിയാം. ഫിദോ. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും കൂട്ടുകാരന്മാരെ ചെലവില് ഫുഡ് കഴിക്കുമ്പോ കിട്ടുന്ന സുഖം വേറെ തന്നെ. അപ്പൊ മാത്രം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് നല്ലൊരു ബീജം ഒക്കെ കൊടുക്കും. അതെ, എങ്ങനെ. ഓക്കെ, അപ്പൊ ബാക്കി 7th ലോഞ്ച്. നമ്മളിപ്പോ മെഹറൂഫിന്റെ ചെലവില് ബിരിയാണി തിന്നാൻ വന്നിട്ടാണ്. ഇവനിക്ക് എത്ര ലക്ഷക്കണക്കിന് ഫാൻസും ഫ്രണ്ട്സും ഉള്ള ഇവന് വാപ്പാക്ക് എന്താ പരിപാടി അറിയോ? സ്മഗ്ലിംഗ് അല്ലേ? അല്ല, ബെഡ്ഷീറ്റ് അങ്ങനത്തെ പരിപാടികള്. ഈ ഇവരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് സാധാരണ ബെഡിലും ഇതിലൊക്കെ മാട്രസിലൊക്കെ സ്പോഞ്ചിലൊക്കെ അല്ലേ, പിന്നെ വാപ്പ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് അത് നാട്ടിക്ക് കയറ്റി അയക്കാം. അതാണ് ഇവരെ പണി. അപ്പൊ ഗൈസ് നമ്മള് 7th ലോഞ്ചിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മെഹറൂഫ്. എല്ലാവരോടും പോയി പറയണ്ടല്ലേ. ഇന്ന് ഓന്റെ ചെലവാണ്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറന്റ് ഏതാന്ന് വെച്ചപ്പോ നമുക്ക് പെരുന്തമണ്ണ പിന്നെ ഇതല്ലാതെ വേറൊന്നും സജസ്റ്റ് ചെയ്യാനല്ല. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി വന്നാണ് നമുക്ക്. അതെ, ഓന്റെ വാപ്പ ഭയങ്കര ബിസിനസ്മാൻ ആണ്. ക്യാഷ് നമുക്കൊരു പ്രശ്നമല്ല. അതെ, ഓന്റെ അടുത്ത് ആവശ്യത്തിൽ കൂടുതലുള്ളതും നമ്മളെ അടുത്ത് ഇല്ലാത്തതും പണം. ആ വിരലൊന്ന് കാണിച്ചാ കാണിക്ക്, വിരല് കാണിക്ക്. അബ്ദുള്ള. ഈ റെസ്റ്റോറന്റിന്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇവിടെ കൈ എഴുതാനടക്കം ക്യൂ ആണ് ആൾക്കാര്. കാരണം 2 പൈപ്പ് കേടാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഞാൻ വീഡിയോയിൽ കാണിച്ചപ്പോൾ അതായത് ഇവിടെ ഇതാണ് സ്വിച്ച് വരുന്നത് അങ്ങനെ വെള്ളം ഇതാക്കാന്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഫിദു വന്നപ്പോ ഇത് സ്വിച്ചാന്ന് ഓൾക്കറിയില്ല. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ കാട്ടിയാൽ മതി. ഇത് കുറെ നേരം ഇവിടെ വന്നിട്ട് ഇങ്ങനെ മെഹറൂഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക? മെഹറൂഫ് പൊട്ടനാണ്. അതല്ല, ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക? ഫിദുവിന്റെ കോമഡി കേട്ടില്ല എല്ലാരും. അല്ല, മെഹറൂഫിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക? വലുത് പോയി ചെറിയ പ്രത്യേകത പോലും എനിക്കില്ല. പിന്നെ അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. 44 മില്യൺ ഒക്കെ ബൂസ്റ്റ് ചെയ്തല്ലേ. ഡെയിലി 200 ട്രെൻഡ് 200 ബൂസ്റ്റ് ചെയ്യാൻ. അര പാക്കറ്റ് അരയുടെ ആണെങ്കിൽ ബൂസ്റ്റ് 200 രൂപ. അതെന്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് തരുമോ? ആ സോങ് ഓൾറെഡി ആ ട്രെൻഡിങ്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കണം. ഇത് ചെയ്തോണ്ടല്ല. അല്ല, ഇടമോനെ എന്നുള്ള സംഭവല്ലേ? ഇടമോനെ അതിനാ കയറ്റിയത്. അത് ഈയാണോ കയറ്റിയത്? അതെ. അന്റെ സൗണ്ട് ആണോ?
ഞാനൊരു സൗണ്ട് ഉണ്ടാക്കിയത്. അല്ലല്ല സൗണ്ടിന്റെ അല്ല, ഞാൻ സീരിയസ് പറയട്ടെ, ആ വോയിസ് എന്നാ അതിലാണ് എംബാപ്പെ വീഡിയോ എടുക്കുന്നത്. എടാ മോനെ വല്ല ഈ നോക്ക് നെടമോനെ കിട്ടിയാരാണ് യൂട്യൂബിൽ പറയും എടമോൻ യൂട്യൂബിൽ എടുത്ത് കട്ട് ചെയ്തിട്ട് അല്ല സീരിയസ്ലി എംബാപ്പെ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചർച്ച ഉണ്ട്. അതുപോലെ മറ്റേ നമ്മളെ ഇന്ത്യന്റെയും ഇതിന്റെയും ഫൈനൽ ഉണ്ടായില്ല ക്രിക്കറ്റ്, അന്ന് സ്റ്റേഡിയത്തിൽ കലാഭവന്റെ പാട്ട് എടുക്കണം. അതുപോലെ നമ്മളെ മലയാള സിനിമയിൽ ഒരുപാട് പാട്ടുകൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എടമോനെ ജാട്ടോ അപ്പൊ എടമോൻ മേറും എന്തൊരു പറയണ്ടോ. ഇവിടുത്തെ ഗ്ലാസിന്റെ പ്രത്യേകത എന്താ പറയുക, ഫുള്ള് ചില്ലാണ്. അങ്ങനെയുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് അങ്ങനത്തെ കുറെ കോമഡി കിട്ടും. അതെ സ്വന്തമായിട്ട് പൊക്കണവർക്ക് കള്ളന്മാരെന്നാ പറയാം. ഇവിടെ സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. വേറെ വില്ലേജ് ആണ് കൊടുക്കേണ്ടത്, അപ്പൊ നോക്കിക്കോട്ടോ. സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്. ഇതിന്റെ പേരെന്തേനു? റോസ്റ്റഡ് പംകിൻ സൂപ്പ്. ഇവർക്കടക്കം നല്ല നല്ല പേരുകൾ. എന്റെ പേരെന്താണ്? ഇങ്ങനത്തെ ആൾക്കാരുടെ ബുള്ളറ്റ് പ്രൂഫ് സൂപ്പാണ്. ഇത് ഫിഷിന്റെ സ്റ്റാർട്ടറാണ്. ഈ മധുരം കഴിക്കാൻ ഡെസേർട്ട് ആയിട്ടാണ് ലാസ്റ്റ് കഴിക്കണ്ടത്. ഫിഷോ പംകിനാണിത്. മെഹറൂഫിനെ വിഷ് ചെയ്യാൻ ഏതോ ഒരു ഫാൻ വിളിച്ചിട്ടുണ്ട്. ദീപിക എന്താ പറയാ നമ്പർ ഇപ്പൊ എങ്ങനെ കിട്ടി? സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ക്ലിയർ ആവണില്ല. ക്ലിയർ ആയിക്കോളൂ. ക്ലിയർ ആവും. അടുത്ത മുതലുമായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വൺ പോട്ട് പുഡിംഗ് ഗൈസ്. ഞങ്ങളെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചിട്ട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സാലഡ്. അവൻ ടേസ്റ്റ് നോക്ക്. അതുണ്ട് ഇഷ്ടല്ലേ? ഇങ്ങനത്തെ ഒരു സാലഡ് മുമ്പ് കഴിച്ചിട്ടുണ്ടോ? അത് വഴുതനങ്ങ, എഗ് പ്ലാന്റ്. കേവലം വഴുതനങ്ങ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? വഴുതനങ്ങളുടെ ഓരോ ഫ്ലേവേഴ്സ് നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. അത് തെളിയിച്ചോണ്ടല്ല മൂപ്പര് ഷെഫായത്. വഴുതനങ്ങളുടെ ഓരോരോ ഫ്ലേവറും. പേരെന്താ പറഞ്ഞേ? പേരാണ് കല്ലിന്റെ മോളിൽ. കല്ലിന്റെ മോളിൽ ഗൈസ്. ഇതിന്റെ പേരാണ് സ്റ്റോൺ ദിജാജ്. അതെ, സ്റ്റോൺ ദിജാജ്. ആംബ്രോ ആ ചിരിയൊക്കെ ഒന്ന് തുടക്കട്ടോ. ആ അപ്പൊ സെറ്റായി പരന്നു. ഇതിന്റെ പേരെന്തിനു പറഞ്ഞേ? സ്റ്റോൺ ദിജാജ്. ഓക്കെ. കൽക്കോഴി. നീ കരിങ്കോഴി. എന്താണ്? ലോൺ ചിക്കൻ. ഓക്കെ സെറ്റ്. ട്രൈ ചെയ്യട്ടെ. എടാ ഓന്റെ ചെലവല്ലേ, അപ്പൊ ഓനക്ക് ഫസ്റ്റ് കൊടുക്കാം. ഓനക്ക് കൊടുക്കാം. അണ്ണാക്കൊക്കെ എന്താ റോക്കി റോക്കി സെറ്റാണോ? ശരിക്കും നല്ല ടേസ്റ്റ്. അപ്പൊ ഇത്രയും നേരം അഭിനയിച്ചാൽ ട്രീറ്റ് ആയതുകൊണ്ട് ഓനക്ക് ആദ്യം പൊളിയാ? നോക്കട്ടെ. നമ്മള് ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സാധനം. നോക്കട്ടെ. ഇതിവിടെ മല്ലിക്കെട്ടുണ്ട്. കൽക്കോഴി സ്റ്റോൺ ദിജാജ്. എന്താ അവസ്ഥ? നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടാവും. നല്ല കിട്ടാത്തത്. വാവ് ഗൈസ് സൂപ്പർ. ഇതൊക്കെ മാറ്റി കിടക്കാം. ടേസ്റ്റല്ലേ? അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്. ഇതാണ് പാൽത്തപ്പ വിത്ത് റിപ്പ്. ഇത് കീമ. ഇത് കറാച്ചി റൊട്ടിയിലേക്ക് കീമ. എല്ലാം ട്രൈ ചെയ്യണ്ടെന്ന് വിഷോ. എന്താ അവസ്ഥ? ഇതുവരെ ട്രൈ ചെയ്തല്ലേ? എന്തേലും നെഗ് സെറ്റല്ലേ? യുദ്ധം ചെയ്ത് എണീറ്റു. ഞാൻ പോണോ? ഞാൻ
ഞാനേ ഇപ്പൊ ഇറങ്ങുന്ന ഒരു വീഡിയോയില് ഞാൻ കേട്ടോ ഇത് സംഭവം അയ്യോ അപ്പൊ ഇതില് പോവാറ് ഇപ്പൊ ബാംഗ്ലൂർ പോവാറുണ്ട് ഇതില് ബാംഗ്ലൂർ പോവാറുണ്ട് എന്റെ ബർത്ത്ഡേ പോകാൻ പറ്റുമൊക്കെ അത് ശരി എന്നിട്ട് ബർത്ത്ഡേക്ക് ഇപ്പഴാ കാണണേ 12 മണി കഴിഞ്ഞു കൈസ് അല്ല ഞാനില്ലേ ഞാനേ ഇവ എന്നോട് ചോദിച്ചു ആസിമയോട് ചോദിച്ചു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു മെഹറൂഫിന്റെ ചെലവ് അത്ര അതിന് പോവാണ് പറഞ്ഞു അത് എന്ത് മറ്റേ പരിപാടി ഓൻ കാട്ടണം ഞങ്ങൾക്ക് ചെലവ് വരാതെ ഞങ്ങൾക്കുള്ളതും പറഞ്ഞു ഞങ്ങൾ അപ്പത്തിന് എത്താന്ന് പറഞ്ഞോന് അങ്ങനെ ഓൽക്കുള്ള ഓൾറെഡി പറഞ്ഞു വെച്ചിക്കണു അവിടെ അതുകൊണ്ടാണ് ഞാൻ എന്നോട് ബില്ല് കുറച്ചായിട്ട് കൊടുക്കാറിയണത് ഇവനെ ഓനോട് വന്നിട്ടേ അഞ്ഞിപ്പോ ബില്ല് മേടിക്കൂല കൊളാബാണോന്നൊക്കെ നമ്മളെ സർപ്രൈസ് പൊളിഞ്ഞു കിട്ടി അതെപ്പോന്നറിയോ വായുദിനെ എപ്പോഴും ഇത് ചോദിച്ചറിയോ അവിടെ ഒരു സാധനം കൊടുന്നു തന്നു എന്താ 1 പോട്ട് പുഡിംഗ് അതിന്റെ പേര് അതിൽ ഉള്ളത് എന്താ അറിയോ വൈതനാർന്നു റിഷ വൈതനാണ് അതിൽ പറഞ്ഞു ആ വായുധ എവിടെയാണ് നൗഷാക്ക മറ്റേ അല്ലേ നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഒരു ഭാര്യക്ക് 2 ഭർത്താവ് വിഡ്ഢികൾ അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ എനിക്ക് മനസ്സിലായി എനിക്ക് മെന്റലാണെന്ന് ഇത് സൂപ്പറാ ഗൈസ്. അപ്പൊ അടുത്തത് വായുദിന്റെ ഒരു മനോഹരമായ ഗാനാണ്. രണ്ടുപേരെ ആലപിക്കണം. കേരളത്തിനകത്തും പുറത്തും നിരവധി അനവധി വേദികളിൽ പരിപാടി കാണാൻ പോയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കയ്യടിയോട് കൂടി കയ്യടി നോക്കിയിരുന്നു ഇപ്പൊ കിട്ടും. അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങളെന്താ വേണ്ട ഞങ്ങളോട് കാര്യം ചെയ്യല്ലേ ഇല്ല ഓലൊന്നും ചോദിച്ചിട്ടില്ല എന്നോട് പോയിക്കോ. വാഹിദ് ഭരത് മുരളി ഇസ്നൻ കുട്ടി നിക്കണം ഒന്നും പാടട്ടെ സലാസ अभी मुझ में कहे बाकी थोड़ी सी है जिंदगी पाड़े जगी धड़कन में जाना जिंदा हूँ मैं तू अभी कुछ ऐसी लगन इस लम्हे में ए लम्हा कहाँ था मेरा अब है सामने इसे छू लो जरा मर जाओ या जी लो जरा खुशियाँ चूम लूं यारो लो जरा मर जाओ या जी लो जरा നമ്മളെ ഫേവറേറ്റ് സാലഡ് ചക്കന്മാരോട് കഴിക്കാണ്. എന്താ അവസ്ഥ? സെറ്റല്ലേ? പുള്ളിയല്ലേ? കുഴപ്പമില്ല, ചോദിച്ചിട്ടില്ല. സാലഡും അതിന് പുറമെ 12 AM ബിരിയാണി. ഷമീംഖാന്റെ 12 മണിക്ക് രാത്രി 12 മണിക്ക് ദം പൊട്ടിക്കുന്ന ബിരിയാണിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday.
ദിവസമാണ് ജനിച്ചത് എന്നുള്ള സത്യം അവർ അറിഞ്ഞിരിക്കുന്നു. അനിയ ചേട്ടാ എല്ലാരും കൈയടിക്ക് കൈയടിക്ക് കൈയടിക്ക്. ഒരേ കൊല്ലം മഴത്തുള്ളി മെഹറൂഫ് വിത്ത് നൗഷാദ് ഖാൻ. ഓക്കെ ഇവിടെ നമുക്ക് ആ പാട്ട് ബീജം കൊടുക്കാം. ഓക്കെ Happy birthday to you. അമ്പാനെ വെട്ടല്ലേ മഴത്തുള്ളി ഒരു പീസല്ലേ ശരിക്കും സർപ്രൈസ് കേട്ടോ. ഞാൻ കുറച്ച് ഫിറ്റ് ആണെന്നൊക്കെ എനിക്ക് കിട്ടി പിന്നെ ഔഷധമായി തോന്നി. ദീപം 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 കയ്യിൽ സന്ധ്യാദീപം. എല്ലാരും കഴിക്കട്ടോ, എല്ലാരും കഴിക്കാം. ശരിക്കും ഞാൻ സർപ്രൈസ് ആയി. എന്തെങ്കിലും വാക്ക് പറയുന്നുണ്ട്. പിന്നെ സർപ്രൈസ് ഒക്കെയാണ് പറയുന്നല്ലേ ഗൈസ്. ഈ വീഡിയോ ഞങ്ങൾ പിറ്റേ ദിവസമാണ് എടുക്കണത്, അതായത് ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട്. നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ മിസ്സായില്ലേ? അതെ, അത് പോയി. അത് കാണാനല്ല, എൻ്റെ ഫോണിൽ കാണാനല്ല, ഫിദുവിൻ്റെ ഫോണിൽ കാണാനല്ല, മെഹറൂഫിൻ്റെ ഫോണിലും കാണാനല്ല. ഓൻ്റെ മെഹറൂഫിൻ്റെ ഒന്നും അറിയാത്ത ഒരു ഇൻട്രോ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവനോട് വെറുതെ പെരുന്തമണ്ണ പോയി വരാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ഇൻട്രോ ഉണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി. എന്തായാലും മെഹറൂഫ് ഞങ്ങൾ കല്യാണത്തിനായിട്ട് വന്നതാണ്, നിക്കാഹിനായിട്ട് വന്നതാണ്. ഒരുപാട് സന്തോഷം അവൻ വന്നതിൽ. അവനൊരു അടിച്ചു പൊളിച്ചു പോണു. നിക്കാഹൻ എങ്ങനെയാണെങ്കിൽ അപ്പോൾ കല്യാണം എങ്ങനെ ഇരിക്കും എന്നാണോ അവൻ ചോദിച്ചത് ആ വീഡിയോയിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കല്യാണം ഇതിലും അടിപൊളിയാക്കണം. നിക്കാഹ് എന്തായാലും വേറെ ലെവലിലായിരുന്നു, ഇവരൊക്കെ വന്നുകൊണ്ടും അടിച്ചു പൊളിച്ചുകൊണ്ടും ഒക്കെ. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലുമണി. പിന്നെ വേറൊരു സംഭവമുണ്ട്. കുറേ പേര് നിക്കായിൻ്റെ വ്ളോഗിൻ്റെ കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ നിക്കായിൻ്റെ വ്ളോഗ് ഞങ്ങൾ സ്റ്റേജ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റൂലല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ നിക്കായിൻ്റെ കംപ്ലീറ്റ് വ്ളോഗ് നമ്മളെ മെഹറൂഫിൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മാഡ്രു വ്ളോഗ്സ് നിങ്ങൾക്ക് അറിയുണ്ടാവും, ചിലപ്പോൾ ഭയങ്കര ഫേമസ് ആണ് ചെക്കൻ. അപ്പോൾ മാഡ്രു വ്ളോഗ്സിൽ ഇട്ടിട്ടുണ്ട് നിക്കായിൻ്റെ കംപ്ലീറ്റ് വീഡിയോ. അത് കണ്ടിട്ട് എല്ലാവരും അതിൽ തന്നെ അഭിപ്രായം പറയണം. ഓക്കെ, ബൈ.